ഇത് വെറും ഒരു വീഡിയോ ട്രാൻസ്മിറ്റർ മാത്രമല്ല, 400 മീറ്റർ വരെ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്കിത് ക്യാപ്ചർ കാർഡായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഓൺലൈനിലൊക്കെ ലൈവൊക്കെ പോകുന്ന സമയത്ത് ക്യാപ്ചർ കാർഡായിട്ട് നേരെ കമ്പ്യൂട്ടറിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് ക്യാപ്ചർ കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ മൊബൈലിൽ വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് 2 മൊബൈലിൽ നമുക്ക് ഒരേ സമയം കാണാൻ പറ്റും. വേണമെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഇത് നമുക്ക് ഒരേ സമയം 4 റിസീവറുമായിട്ട് കണക്ട് ചെയ്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള വേണമെങ്കിൽ ഡയറക്ടർക്ക് ഒന്ന് കൊടുക്കാം, ഫോക്കസ് പുള്ളർക്ക് ഒന്ന് കൊടുക്കാം, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള നല്ലൊരു സിസ്റ്റമാണ് ഹോളിലാൻഡ് എന്ന കമ്പനിയുടെ പൈറോ എച്ച്. ഹോളിലാൻഡ് കമ്പനി മേ ബി നിങ്ങൾക്ക് അറിയുണ്ടാവും. കാരണം ഇപ്പോൾ മൈക്രോഫോൺ, അടിപൊളി വയർലെസ് മൈക്രോഫോൺ രംഗത്ത് എല്ലാവരും പോയി വാങ്ങുന്ന സാധനമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഹോളിലാൻഡ്. അവരുടെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റമാണ് ഇത്. ആക്ച്വലി 4K 30 ഫ്രെയിംസ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. 4K 30 ഫ്രെയിംസ് വരെ നമുക്ക് വീഡിയോ ട്രാൻസ്മിറ്റിംഗ് കിട്ടും. ബോക്സ് തുറന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കുറേ കുത്തും ആധാരം എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി നമ്മളിത് നോക്കാറില്ല, പക്ഷെ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്യണമെന്നാണ് നിയമം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ട്. ഓക്കെ, ഇതിൽ TX എന്ന് എഴുതിയിട്ടുണ്ടാവും, RX എന്നുണ്ടല്ലേ. ഓക്കെ, ഇതാണ് നമ്മളെ ട്രാൻസ്മിറ്റർ. ഈ ട്രാൻസ്മിറ്ററാണ് നമ്മൾ ക്യാമറയായിട്ട് കണക്ട് ചെയ്യേണ്ടത്. റിസീവർ നമുക്ക് നമ്മുടെ എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത് അവിടെ നമുക്ക് ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസീവർ ഉള്ളത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഹാർഡായിട്ടുള്ള അലുമിനിയം കേസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ മെനു ഒക്കെ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച്, അതുപോലെ USB-C നമുക്ക് കണക്ട് ചെയ്യാം. ഈ USB-C വെച്ചിട്ട് നമുക്കിതിൽ പവർ ചെയ്യാൻ പറ്റും. 5 വോൾട്ടിൻ്റെ 2 ആംപിയറിൻ്റെ USB-C നമുക്ക് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന USB-C ഒക്കെ നമുക്കിതിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് പവർ ചെയ്യാം. അപ്പോൾ ബാറ്ററിനെ വേണമെന്നില്ല. ബാറ്ററി ആണെങ്കിൽ നമുക്ക് NPF ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി കൊടുത്തിട്ട് നമുക്കിത് പവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി കൊടുത്തിട്ട് പവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിനൊക്കെ പുറമെ നമുക്ക് ഇവിടെ ഒരു പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 16 വാട്ട്സിൻ്റെ എക്സ്റ്റേണൽ പവർ അഡാപ്റ്റർ, അതായത് സ്ക്രൂ ഉള്ള പവർ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ പവർ ചെയ്യാം. അപ്പോൾ 3 ടൈപ്പിൽ നമുക്കിത് പവർ ചെയ്യാൻ പറ്റും. പിന്നെ USB-C തന്നെയാണ് നമ്മൾ ക്യാപ്ചർ കാർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നേരെ കമ്പ്യൂട്ടറിന് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത് USB-C ആണ്. അതൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കാം. പിന്നെ ഇതിന് ബാക്കിൽ ഇവിടെ ഒരു ഫാന് വരുന്നുണ്ട്. ഈ നോയ്സൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാനും വരുന്നുണ്ട്. പിന്നെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ആക്ച്വലി ട്രാൻസ്മിറ്റർ. റെഡ് കളറിൽ 4K എന്ന് എഴുതിയിരുന്നതാണ് ട്രാൻസ്മിറ്റർ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ആൻറ്റിനാസൊക്കെ വരുന്നുണ്ട്. ബോക്സിൽ നമുക്ക് ആൻറ്റിനകൾ കാണാം. 5 ആൻറ്റിന ബോക്സിൽ വരുന്നുണ്ട്. 5 ആൻറ്റിന. അത് 2 നമുക്ക് റിസീവറിനും 2 ട്രാൻസ്മിറ്ററിനും. ഒന്ന് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുക നാശമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ആൻറ്റിന കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡുവൽ ബ്രാൻഡാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ. ഡുവൽ ബ്രാൻഡാണ്, അതായത് 2.4 GHz-ലും 5 GHz-ലും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരിക്കലും നമുക്ക് സിഗ്നൽ നഷ്ടപ്പെടാതെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹോളിലാൻഡ് സിസ്റ്റം. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോളിലാൻഡ് നമുക്കിത് അയച്ച് തന്ന് നമുക്ക് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വൈഫൈ കൊടുത്തിട്ടും റെക്കോർഡ് ചെയ്തിട്ടും നമ്മൾ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്തിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നോർമലി വീഡിയോ ഞങ്ങൾ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി യൂസ് ചെയ്ത് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ നെറ്റിലൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സാധനമാണ് ഹോളിലാൻഡിൻ്റെ വീഡിയോ ട്രാൻസ്മിഷൻ സിസ്റ്റം. എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് ഒരു 32,000 ഒക്കെ റേഞ്ചിലാണ്. 32,000 32,800 നെറ്റിലൊക്കെ കാണുന്നത്. എന്നാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് സിസ്റ്റം, ഹോളിലാൻഡിൻ്റെ പൈറോ എച്ച് എന്ന് പറയുന്ന സിസ്റ്റം. ഇതിൽ നമുക്ക് ഇവിടെ കണ്ടോ ഒരു സ്ക്രൂ മൗണ്ട് വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ മൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഒരു കോൾഡ് ഷൂ മൗണ്ട് വരുന്നുണ്ട്. നമ്മൾ ക്യാമറേൻ്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാമറേൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൗണ്ട് വരുന്നത്. അതുപോലെ നമുക്ക് മൗണ്ട് വരുന്നത്. അതുപോലെ ഇതിലൊരു USB-C OTG കണക്ടർ കൂടെ ഇതിൽ വരുന്നുണ്ട്. USB-C OTG കണക്ടറാണ് ഈ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് സിസ്റ്റമാണിത്. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് മെനുവിലൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ബാറ്ററി ലോഡ് ചെയ്തു, പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 സെക്കൻഡ് 12 സെക്കൻഡിലേക്ക് നമുക്ക് സിസ്റ്റം ട്രാൻസ്മിറ്റിങ്ങിന് റെഡിയാവും. അപ്പോൾ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിലാണ് നമ്മൾ ആദ്യമായിട്ട് എത്തുക. അപ്പോൾ നമുക്ക് ചാനൽ മാറ്റണമെങ്കിൽ ആ ലിവർ നമ്മൾ താഴേക്കും ഇതിൻ്റെ സ്വിച്ച് നമ്മൾ താഴേക്കും മേലേക്കും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മാറ്റാൻ പറ്റും. ഏതൊക്കെ ചാനലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ചാനൽ മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെനുവിൽ വരുന്നത് സീൻ മോഡാണ്. സീൻ മോഡിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HD ക്വാളിറ്റിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ സ്മൂത്ത് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരവും അതുപോലെ 1-2 വാളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് പോകണമെങ്കിൽ സ്മൂത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്ത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ HD ആണെങ്കിൽ HD സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ
സ്മൂത്ത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ XD ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് വരുന്നുണ്ട്. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള റിസീവറുമായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ ഫാനിൻ്റെ സെറ്റിങ്സ്, ഫാന് ഓട്ടോ ഫാൻ വേണോ അല്ലെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻ സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഹീറ്റൊക്കെ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് പോയിക്കോളും. അതുപോലെ ബ്രോഡ്കാസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ബ്രോഡ്കാസ്റ്റ് മോഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ബ്രോഡ്കാസ്റ്റ് മോഡിൽ അല്ലെങ്കിൽ 2 റിസീവറുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ബ്രോഡ്കാസ്റ്റ് മോഡിലാണെങ്കിൽ 4 റിസീവറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സെറ്റിങ്ങിലെത്തും. സിസ്റ്റം എന്ന് പറഞ്ഞ സെറ്റിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഓണാക്കാൻ പറ്റും. വൈഫൈ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് നമ്മളെ വൈഫൈയുടെ പേര് എന്നുള്ളത് കാണിച്ചു തരും. HLD 32 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരും. അതുപോലെ പാസ്വേഡ് 1 മുതൽ 8 വരെയുള്ള നമ്പർ പാസ്വേഡ് ഉണ്ടാവും. അത് നമ്മൾ മൊബൈലിൽ അടിച്ചു കൊടുത്താൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ നിന്ന് റിട്ടേൺ പോയി കഴിഞ്ഞാൽ റീസെറ്റ് ബട്ടനാണ് വരുന്നത്. അതുപോലെ വെർഷൻ ഇൻഫോ വരുന്നുണ്ട്. അതുപോലെ ഫ്രോസൺ, അതായത് എന്താ പറയുക, നമ്മുടെ ട്രാൻസ്മിറ്റിങ്ങിൻ്റെ ഫ്രെയിം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രോസൺ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ മെനു റിട്ടേൺ. ഇത്രയും രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മെനുകളൊക്കെ അതിലുണ്ടെങ്കിലും മെനുകളും ഇത്രയധികം സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബോക്സ് നിന്ന് എടുക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബോക്സ് നിന്ന് എടുക്കുന്നു, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കണക്റ്റ് ആവും. രണ്ടിന് പവർ കൊടുത്താൽ രണ്ടും കണക്റ്റ് ആവും. ഒന്നിൽ നമുക്കിവിടെ HDMI ഇൻ കൊടുക്കാൻ പറ്റും. നമ്മൾ HDMI ഏതാണ് ക്യാമറയിൽ നിന്ന് HDMI ഇൻ കൊടുക്കാം. അപ്പുറത്തുനിന്ന് ഒരു ലൂപ്പ് ഔട്ട് ഓപ്ഷനും ഉണ്ട്. കാരണം ഇതിൽ നിന്നല്ലാതെ നമുക്ക് ഇതേ ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട് എടുക്കണമെങ്കിൽ, നമുക്ക് വേറൊരു അടുത്തുള്ളൊരു മോണിറ്റർക്കൊക്കെ ഔട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഇതിലും കൊടുക്കാം. അതിനുശേഷം നമുക്ക് വൈഫൈ ആയിട്ട് ഒരേ സമയം 2 മൊബൈലായിട്ട് കണക്ട് ചെയ്യാം, 2 റിസീവറായിട്ടും കണക്ട് ചെയ്യാം. ശരിക്കും നമ്മളിത് 400 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് കിട്ടുക. അപ്പോൾ കറക്റ്റായിട്ട് എത്ര റേഞ്ച് കിട്ടുന്നൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം, പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോളി ലാൻഡ് വീഡിയോ ട്രാൻസ്മിറ്റർ പൈറോ H എത്ര ദൂരത്തേക്ക് നമുക്ക് ട്രാൻസ്മിഷൻ കിട്ടുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാമറയിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ട്രാൻസ്മിഷൻ USB വഴിയാണ് പവർ കൊടുത്തിട്ടുള്ളത്. ഇത് ബാറ്ററി വഴി പവർ ചെയ്തിട്ട് ഞാനൊരു എക്സ്റ്റേണൽ മോണിറ്റർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വ്യൂ നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടുന്ന് ആ എൻഡ് വരെ, അതായത് ഒരു ബ്രിഡ്ജ് പോലെ വരുന്നുണ്ട്, ആ എൻഡ് വരെ പോയാൽ ഞാൻ മാപ്പ് നോക്കുമ്പോൾ ശരിക്കും 400 മീറ്ററാണ്. 400 മീറ്ററാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ എൻഡിൽ എത്തുന്നത് കുറച്ച് മുമ്പായിട്ടാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇതിൽ നമുക്ക് വീഡിയോ ട്രാൻസ്മിഷൻ കിട്ടുന്നതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ടോ വീഡിയോ ട്രാൻസ്മിഷൻ ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം നമ്മൾ പകുതി ദൂരത്തിലധികം പിന്നിട്ടു, 200 മീറ്ററിൽ അധികം പിന്നിട്ടു. നന്നായിട്ട് തന്നെ വീഡിയോ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. ഈ ബിൽഡിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 400 മീറ്റർ പരിധിയിലെത്തും. കണ്ടോ ഇപ്പോഴും നമുക്ക് വ്യൂ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 400 മീറ്റർ ഈ ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് 400 മീറ്റർ. അവിടെയാണ് കറക്റ്റ് 400 മീറ്ററാണ് നിൽക്കുന്നത്. ഒരു ലാഗും ഇല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ വ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലാഗും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് വ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ട്രാൻസ്മിഷനാണ്. കാരണം അത്രയും ദൂരെ, ഇപ്പോൾ സെക്യൂരിറ്റി നിൽക്കുന്ന അത്രയും ദൂരെയാണ് നമ്മുടെ ക്യാമറ, ഒരുപാട് ദൂരെയാണ്, കാണാതെ ദൂരെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഇത്രയും ദൂരെ വന്നിട്ടും വീഡിയോ അടിപൊളിയായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. വേണ്ട വ്യക്തമായിട്ട് നമുക്കിതിൽ ആളുകൾ നടന്നു പോകുന്നതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ വളരെ ഉപകാരമായിട്ടുള്ള വേറൊരു മോഡാണ് ഞാൻ പറഞ്ഞല്ലോ, വൈഫൈയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈഫൈ ഓൺ ചെയ്യാം. വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയുടെ പേരും അതുപോലെ പാസ്വേഡും കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൽ പോവുക. മൊബൈലിൽ പോയിട്ട് നമ്മുടെ മൊബൈലിൽ പോയി കഴിഞ്ഞിട്ട് ഹോളി വ്യൂ എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. ഈ ഹോളി വ്യൂ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ നമുക്ക് ആപ്പ് കിട്ടും. ഇതിൽ നമുക്ക് കണക്റ്റ് കൊടുത്താൽ മതി. അതായത് വൈഫൈ നമ്മൾ ഓൾറെഡി വൈഫൈ എവിടെയും കണക്റ്റഡ് ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പൈറോ എച്ചിൻ്റെ നമ്പർ വരുന്ന വൈഫൈ കണക്ട് ചെയ്യുക. HLD എന്ന് പറയുന്ന വൈഫൈ വരും. ആ HLD വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുക്കേണ്ടത് നമ്മൾ 1 മുതൽ 8 വരെ പാസ്വേഡ് കൊടുക്കുക. 1 2 3 4 5 6 7 8 പാസ്വേഡ് കൊടുക്കുക. ജോയിൻ കൊടുക്കുക. അത് നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു പ്രാവശ്യം കണക്ട് ചെയ്താൽ പിന്നെ റെഡി ആവും. എന്നിട്ട് നമ്മളിവിടെ കണക്ട് എന്ന് പറഞ്ഞ ബട്ടൺ, അപ്പോൾ നമുക്ക് ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. ആ ഓറഞ്ച് കളറിൽ കൊടുത്ത കണക്ട് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാം. കണക്ട് ചെയ്യുന്ന ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 സെക്കൻഡിൽ സംഭവം നമുക്കിവിടെ ലോഡിങ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കണ്ടോ
എന്താണോ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് വെച്ചാൽ ആ സാധനം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വലിയ ലാഗൊന്നുമില്ല. 0.06 സെക്കൻഡാണ് ഇതിൻ്റെ ലാഗ്. അതുകൊണ്ട് ഒരു ലാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടോ, ഞാനിവിടെ ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് വിഷ്വൽ വരുന്നുണ്ട്. ഒരു ചെറിയ ലാഗ് മാത്രം. അതായത് നമ്മളിപ്പോൾ ഫോക്കസ് പുള്ളറിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നോർമലി ഷൂട്ടിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഫോക്കസ് പുള്ളിങ് അതൊന്നും നമ്മൾ നോർമലി ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ ക്യാമറ കാണുന്ന വെച്ചാൽ വിഷ്വൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും വൈഫൈ ആയിട്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെനു കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫോക്കസ് സ്പീക്കിംഗ് കാണാൻ പറ്റും, ഫോക്കസ് എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹിസ്റ്റോഗ്രാം നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ സീബ്ര ഹൈലൈറ്റ് നമുക്ക് ക്ലിപ്പിംഗ് കാണാൻ വേണ്ടിയിട്ട് സീബ്ര നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഫോക്കസിങ് പോയിന്റിൻ്റെ കളർ വരെ നമുക്കിത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ആപ്പ് നമുക്ക് വന്നിട്ടുള്ളത്. ആപ്പിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു ഓറഞ്ച് ബട്ടൺ കാണാം. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ സ്ക്രീന് ശരിക്കും നമുക്ക് കാണുന്ന സ്ക്രീന് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോൻ്റെ ഇതിൽ വരും, അത് ഫോട്ടോയിൽ വരും ചെയ്യും. അപ്പോൾ നമുക്കൊരു നോർമലി ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറയുടെ മെനു ഒക്കെ കാണിക്കുകയാണെങ്കിൽ മെനു ഒക്കെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടും ഫോക്കസ് പോകുന്നതൊക്കെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആപ്പാണ് ഈ ഒരു പൈറോഎച്ച് എന്ന് പറയുന്ന ഈ ആപ്പ്. ഇനി നമ്മൾ റിസീവർക്ക് പോകുകയാണെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ ചാനലുകളൊക്കെ സെറ്റ് ചെയ്യാൻ കാണാം. അങ്ങനെ ഒരേ ചാനലാക്കി കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ റിസീവറിൽ നമുക്ക് സ്മാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്മാർട്ട് സ്കാൻ വരുന്നത്. അതിലും നമുക്ക് സിസ്റ്റം വരുന്നുണ്ട്. സിസ്റ്റത്തിൽ നമുക്കിതുപോലെ വൈഫൈ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. വൈഫൈ, നെറ്റ് ഇൻഫോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും വെർഷൻ ഇൻഫോ ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോ പ്രൊഡക്ഷനോ അതല്ലെങ്കിൽ ബ്ലോഗറോ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നവരോ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് USB ആയിട്ട് ടെതർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാപ്ചർ കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ എക്യുപ്മെൻ്റാണ് നമ്മുടെ ഹോളിലാൻഡിൻ്റെ പൈറോഎച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.